ജ്ഞാനായക്കാരൻ്റെയും സ്വകാര്യമായ ഒരു അഹങ്കാരമാണ്. ഞാനൊരു ജ്ഞാനായക്കാരനാണ്, ലോകത്തിൽ എവിടെ ചെന്നാലും എൻ്റെ ജ്ഞാനായത്വം ഞാൻ കൈവിടാതെ നോക്കും എന്ന്. ഈ ജ്ഞാനായക്കാരെ ഒരു ചരിത്ര വിസ്മയമായി കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ 8ാമത്തെ അത്ഭുതമാണ് നിങ്ങളെന്ന് മറ്റുള്ള സമുദായങ്ങൾ പറയുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിലുള്ളത് എന്താണ് അവരെയൊക്കെ ഇങ്ങനെ പറയുവാൻ പ്രേരിപ്പിക്കുന്നത്? അതിൻ്റെ കാരണം മറ്റൊന്നല്ല, നമുക്കറിയാം, നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുന്ന സ്വവംശ വിവാഹ നിഷ്ഠ. അതിന് ഒരു തടസ്സവും വരരുത്, അതെക്കാലവും അതങ്ങനെ തന്നെ തുടരണം എന്നാഗ്രഹിക്കാത്ത ഒരു ജ്ഞാനായക്കാരൻ പോലും ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ സംസ്കാരങ്ങളുടെ വ്യത്യാസമോ ഒക്കെ എത്തുമ്പോൾ വരും തലമുറയ്ക്ക് അതിൽ നിന്നും വ്യതിചലിക്കേണ്ടി വരുമോ എന്നുള്ള പേടി, അങ്ങനെ ഉണ്ടാകരുതേ എന്നുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് വിശ്വാസത്തിലും സമുദായ സ്നേഹത്തിലും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണോ? നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കുള്ളതല്ലേ? കാലപ്രവാഹത്തിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാതെ കാലത്തിനൊപ്പം നീങ്ങിക്കൊണ്ട് സ്വന്തം മക്കളെ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് സമുദായത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി തന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ. അപ്പോൾ ഇനിയും നമ്മുടെ തലമുറ, അടുത്ത തലമുറ ഈ സംസ്കാരത്തിലും ഇതുപോലെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങളുടെ, ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ മുതിർന്ന തലമുറയുടെ കൈകളിലാണ്. ആ വലിയൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മളുടെ വിശ്വാസത്തിലും അതുപോലെ തന്നെ സമുദായ സ്നേഹത്തിലും വളർത്തി അവരെ വരും തലമുറകളിലേക്ക് ഈ സംസ്കാരം, നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ കൈമാറ്റം ചെയ്യപ്പെടുവാനായിട്ട് അതിനുവേണ്ടി നാം അക്ഷീണം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും UKCCയുടെ പ്രസിഡന്റുമായ ശ്രീ ലേവി വടവരിക്കൽ, അഭിവന്യ വിരുത്തികുളങ്ങര പിതാവി, അഭിവന്യ പണ്ടാരശ്ശേരിൽ പിതാവി, UKCC പ്രസിഡന്റ് ശ്രീ ജോർജ് നല്ലാമറ്റം, KCWA പ്രസിഡന്റ് ശ്രീ ഷൈനി സ്റ്റീഫൻ, ഓസ്ട്രിയ കനായ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധി ശ്രീ സ്റ്റീഫൻ, മൂന്നാമത് യൂറോപ്യൻ ജ്ഞാനായ മേളയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇത്ര വളരെ മനോഹരമായി ബെർമിംഗ്ഹാമിലെ ഹോളിഡേ ഇൻ റിസോർട്ട്സിൽ ഹോട്ടലിൽ മൂന്നാമത് യൂറോപ്യൻ ജ്ഞാനായമേള സംഘടിപ്പിച്ച ശ്രീ ലേവി പടപുരയ്ക്കലിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനെ ആദ്യമായി ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ. സ്നേഹിതരെ, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ തേടി ഉള്ള അന്വേഷണം ജ്ഞാനായക്കാരുടെ ഒരു സ്വഭാവമാണ്. ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തിലേക്ക് കുടിയേറി പാർത്തു. അവരുടെ പിന്തുടർച്ചക്കാരായ ജ്ഞാനായക്കാർ ക്നായ് തോമയുടെ നേതൃത്വത്തിൽ കേരളക്കരയിലുള്ള കൊടുങ്ങല്ലൂരിൽ കുടിയേറി. തൻ്റെ സന്തതി പരമ്പരകളിലൂടെ AD 345 മുതൽ 2013 വരെയുള്ള ഈ കാലഘട്ടം ഇന്നോളം വളരെയേറെ വെല്ലുവിളികളും അഭിവന്യ കൊച്ചുപിതാവ് തൻ്റെ അനുഗ്രഹ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ സമുദായം അല്ലെങ്കിൽ സമുദായ അംഗങ്ങൾ തൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ വളരെയേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് സഭാപിതാക്കന്മാരും അൽമായ നേതാക്കളും ഈ സമുദായത്തെ നയിച്ചത്. തീർച്ചയായും അവരുടെ എല്ലാം ത്യാഗോജ്വലമായ ആ സേവനങ്ങൾക്ക് നാം വളരെയേറെ നന്ദിയുള്ളവരാണ്. അതിൻ്റെ എല്ലാം ഒരു പരിണതഫലമായി നാം
അഭംഗരം കാത്തു സൂക്ഷിച്ചു വരുന്ന സമുദായ സ്നേഹവും തനതായ പൈതൃകവും അവ കാത്തു സൂക്ഷിക്കുവാനുള്ള വ്യഗ്രതയും സ്വവംശ വിവാഹനിഷ്ഠയും എല്ലാം ജ്ഞാനായക്കാരുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ജ്ഞാനായത്വം അഥവാ ആ ഒരു ജ്ഞാനായക്കാരൻ ശ്രീമതി ഷൈനി പറഞ്ഞതുപോലെ ഒരു ജ്ഞാനായക്കാരനാണ് എന്ന് പറയുന്നതിലുള്ള ആ അഭിമാനബോധം നമ്മളെ ഒരിക്കലും സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ആ സമുദായം നേരിടുന്ന വെല്ലുവിളികളിൽ അല്ലെങ്കിൽ സമുദായ അംഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിൽ നമ്മളെ പിന്നോട്ട് മറിക്കുന്നില്ല. ആ അവസരത്തിൽ നമ്മൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. അവയൊന്നും ആരും പരസ്പരം അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുവാനോ വിദ്വേഷം ജനിപ്പിക്കുവാനോ വേണ്ടിയുള്ളതല്ല. എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ലക്ഷ്യം മാത്രം: സമുദായ നന്മ, സമുദായ അംഗങ്ങളുടെ കൂട്ടായ്മ. ഇവയൊന്നു മാത്രമാണ്. ഇവയ്ക്കായി നമ്മളുടെ ഇങ്ങനെയുള്ള ഇത്തരം കൺവെൻഷനുകൾ, ഇങ്ങനെയുള്ള ഈ ഒന്നിച്ചുള്ള കൂട്ടായ്മയും ഒന്നിച്ചുള്ള ഭക്ഷണം കഴിയും അല്ലെങ്കിൽ ഒന്നിച്ച് ചിരിച്ചുകൊണ്ടും ഒന്നിച്ച് കളിച്ചുകൊണ്ടും എല്ലാം നമ്മളുടെ ഈ കൂട്ടായ്മ നമ്മളുടെ ഈ സൗഹൃദങ്ങൾ വലുതാക്കുന്നതിനും സൗഹൃദത്തിന് ഉന്നത മാനങ്ങൾ നൽകുന്നതിനും സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ മൗനത്തിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ആശംസാ പ്രസംഗത്തിനായിട്ട് ഓസ്ട്രിയൻ ഗ്രാനായ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ സ്റ്റീഫനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മിസ്റ്റർ ലേവി പടപുരയ്ക്കൽ, ഈ സമ്മേളനത്തിലെ ഉദ്ഘാടകൻ അഭിമന്യ മെത്രാപ്പോലിത്ത വിരുത്തക്കുളങ്ങര പിതാവ്, പണ്ടാരശ്ശേരി പിതാവ്, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, കൊച്ചുകുട്ടികളെ, യുവാക്കളെ, പ്രിയ സഹോദരി സഹോദരരെ, ഞാൻ വലിയ പ്രസംഗകനൊന്നുമല്ല. ഇങ്ങനെയൊരു അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒന്നാമത്തെ യൂറോപ്യൻ കൺവെൻഷൻ ഓസ്ട്രിയയിൽ വെച്ച് നടത്തുവാൻ, അതിന് ആതിഥ്യം വഹിക്കുവാനും ഞങ്ങൾക്ക് അവസരം ലഭിച്ചതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. തുടർന്നുള്ള ഈ മൂന്നാമത്തെ കൺവെൻഷൻ ഇവിടെ നടത്തുകയും ഇതിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാരവാഹികൾക്ക് ഓസ്ട്രിയൻ ഗ്രാനായ കമ്മ്യൂണിറ്റിയുടെ പേരിൽ, അതുപോലെ മറ്റുള്ള എല്ലാ ഓസ്ട്രിയൻ അല്ലെങ്കിൽ ഗ്രാനായ സമൂഹത്തിൻ്റെ പേരിൽ എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. നമ്മൾ ദേശാടനം നടത്തുന്ന പക്ഷികളെ കാണാറുണ്ട്. ആ പക്ഷികളുടെ പ്രത്യേകത, അവരൊരുമിച്ച് പറക്കും. പറന്ന് ഏതെങ്കിലും കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പക്ഷിക്ക് എന്തെങ്കിലും ബലഹീനതയോ തളർച്ചയോ ഉണ്ടായാൽ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ആ പക്ഷിയെ സഹായിച്ച് വീണ്ടും മുന്നോട്ട് പറക്കുകയാണ്. അതുപോലെ ഒരു കുടിയേറ്റ ജനതയായ നമ്മളും അതുപോലെ ആയിരിക്കണം. പല അവസരങ്ങളിലും നമുക്ക് വളരെയധികം വളർച്ചയും ഉയർച്ചയും ഉണ്ടായെങ്കിലും വളരും തോറും പിളരുന്നില്ല എങ്കിലും ചില അവസരങ്ങളൊക്കെ ചില തളർച്ചകൾ വന്നു പോകാറുണ്ട്. അതുപോലുള്ള മുന്നോട്ടുള്ള കുതിപ്പുകളിൽ ചില കിതപ്പ് സംഭവിച്ചു പോകുന്നു. ഒരു ജ്ഞാനായക്കാരനെ ജ്ഞാനായയിൽ നിന്ന് പുറത്തുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുവാനോ തകർക്കുവാനോ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മളെ തളർത്തുകയും നമ്മളെ കിതപ്പുള്ളവരാക്കുകയും ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത്
വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട, പല വേദികളിലും ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ആരാണ് ക്നാനായക്കാരൻ എന്ന്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നേടിയെടുത്തതാണ്. സഭയുടെ വിശ്വാസവും തനിമയും പരിരക്ഷിക്കുന്നവനായിരിക്കണം ക്നാനായക്കാർ എന്ന് പലരും പറഞ്ഞു. എങ്കിൽ ഞാൻ പ്രവാസികളായ ഒരു കുടിയേറ്റ ജനതയായ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ യൂറോപ്പിലെ വ്യത്യസ്ത സാഹചര്യം ജീവിക്കുന്ന ഞാൻ പറയുന്നു, ധർമ്മം കൊണ്ടും നമ്മളൊരു ക്നാനായക്കാരനായി തീരണം. ആർക്കും വഴിയെ പോകുന്നവന് കൊട്ടാൻ പറ്റുന്ന ഒരു ചെണ്ടയായി മാറരുത്. പ്രത്യേകിച്ച് യൂറോപ്പിലെ വ്യത്യസ്ത സാഹചര്യത്തിൽ വളരുന്ന നമ്മളിൽ നമ്മുടെ തനിമ എങ്ങനെ സംരക്ഷിക്കും, അത് മറ്റുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ട, പിതാവ് പറഞ്ഞ പോലെ ബുദ്ധിമുട്ട ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ വൈരുദ്ധ്യം നിറഞ്ഞതും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തേജോവധം ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർക്ക്, പുറത്തുള്ളവർക്ക് നിന്ദനത്തിന് വകവരുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാതിരിക്കട്ടെ. ഇതുപോലുള്ള യൂറോപ്യൻ കൺവെൻഷനുകൾ ഇതിനെതിരായിട്ടുള്ള ഒരു ചൂണ്ടുപലകയായി വളരുന്ന വരും തലമുറയ്ക്ക് ഒരു നല്ല മാതൃകയായി നമ്മുടെ വിശ്വാസവും തനിമയും പകർന്നു കൊടുക്കുവാൻ ഉതകുന്ന ഒന്നായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒന്നായി ഒരുമയോടെ തനിമയോടെ മുന്നോട്ട് പോകാം. എല്ലാവർക്കും നന്ദി. സ്നേഹമുള്ളവരെ, വളരെ ചെറുപ്പം, അതുപോലെ തന്നെ ക്രിസ്തീയ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തീയ ചൈതന്യത്തിൽ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ച് നമുക്ക് വേണ്ടി ഇന്ന് ഈ വേദിയിൽ ആശംസ അർപ്പിക്കാനായിട്ട് അടുത്തതായിട്ട് വരുന്നത് ഫാദർ ചൊള്ളാനിയാണ്. ഈ വേദിയിലേക്ക് ഫാദർ ജോണിനെ ചൊള്ളാനിയിലെ ഹാർദവമായി ക്ഷണിക്കുന്നു. ഹലോ, ഞാൻ ലുക്കിലെ ചെറുപ്പമുള്ളൂ, പ്രായത്തിൽ അങ്ങനല്ല. നാളെ എനിക്ക് എൻ്റേതായ ആശയങ്ങൾ പറയാനും പങ്കുവെക്കാനുമുണ്ട്. ഇന്ന് ഒരു മുന്നറിയിപ്പുമില്ലെങ്കിലും ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഒരു ക്നാനായക്കാരൻ എന്ന നിലയിൽ എനിക്ക് അഹങ്കാരമാണ്. ഞാനിന്ന് കത്തോലിക്കനായിരിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും ക്നാനായക്കാരായതുകൊണ്ടാണ്. അതിനാൽ ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ ഈ കൂട്ടായ്മയുടെ പ്രകാശമാണ് അഭിവന്ദ്യരായ രണ്ട് പിതാക്കന്മാർ. തങ്ങളുടെ കഴിവുറ്റ പ്രവർത്തനം കൊണ്ട് ഈ കൂട്ടായ്മയെ വീണ്ടും ഊർജ്ജസ്വലമാക്കുന്ന ഇതിൻ്റെ സംഘാടക സമിതിയിൽപ്പെട്ടവരും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരും വേദിയിലിരിക്കുന്നവരും ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജനം, എല്ലാവരും ഇവിടെ എനിക്ക് മുമ്പേ ഉള്ളവരെല്ലാം പറഞ്ഞത് എൻഡോഗമി അതല്ലെങ്കിൽ സ്വവംശ വിവാഹത്തെക്കുറിച്ചാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചോദ്യം ഇടുകയാണ്. എന്തിനാണ് ഈ സ്വവംശ വിവാഹം? നമ്മളെ ഒന്നാക്കുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷെ എന്തിനാണ് അത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ അതായിരിക്കണം നിങ്ങളുടെ ഉള്ളിലെ ചോദ്യം. നമ്മളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രവാചകനുണ്ട്, എശ്ര. അദ്ദേഹമാണ്, അഥവാ അദ്ദേഹത്തിൻ്റെ കുടീരത്തിൽ തൊട്ടാണ് നമ്മുടെയൊക്കെ പൂർവികർ യാത്ര തുടങ്ങിയത്. നമ്മൾ സ്വവംശ വിവാഹം മുമ്പോട്ട് ഒരു തലമുറയുടെ നിലനിൽപ്പിനായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്താണ് നമ്മുടെ സവിശേഷത. ഇതേ സ്വവംശ വിവാഹ നിഷ്ഠ പാലിക്കുന്ന മറ്റെത്രയോ വംശജരുണ്ട് ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ, ഈ ചരിത്രത്തിൽ. അവരിൽ നിന്നും നമുക്കുള്ള പ്രത്യേകത എന്താണ്?
അതൊരൊറ്റ സെൻറ്റൻസിൽ. എസ്രാ പ്രവാചകന്റെ നിയോഗം മറ്റൊന്നും ആയിരുന്നില്ല, വ്യഭിചരിക്കപ്പെടാത്ത വിശ്വാസം. ഈ ജ്ഞാനായക്കാരനെ ഇന്നും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കി നിർത്തുന്ന അവൻ്റെ സ്വജാതീയ വിവാഹം അത് മറ്റൊന്നിൻ്റെയും പേരിലല്ല, രക്തശുദ്ധിയല്ല, മറിച്ച് അവൻ്റെ രക്തത്തിൻ്റെ ശുദ്ധി, വെള്ളം ചേർക്കപ്പെടാത്ത വിശ്വാസത്തിൻ്റെ ശുദ്ധിയാണ്. കൈമോശം വരരുത് എന്നാണ് ഒരു പിതാവിൻ്റെ വേദനയോടെ നിങ്ങൾക്ക് മുമ്പിൽ പണ്ടാരശ്ശേരി പിതാവ് പറഞ്ഞത്. And that is what do I want to communicate. And the second thing, and that was for the unity. തകർന്നുപോയ ജെറുസലേം ദേവാലയം പുതുക്കിപ്പണിയാൻ അദ്ദേഹം കണ്ടെത്തിയ വക്രബുദ്ധിയുടെ മറ്റൊരു വഴി കൂടിയായിരുന്നു സ്വവംശ വിവാഹം. ഒരുമയിൽ നിലനിൽക്കാൻ അല്ല, മറ്റെന്താണ് നമ്മളെ ഒന്നിച്ചു നിർത്തുന്നത്? ഈ സ്വവംശ വിവാഹത്തിൻ്റെ യൂണിറ്റി അല്ലെങ്കിൽ ഒന്നാകലിൻ്റെ ചോരബന്ധം. ഒരു വീടിനെ വീടാക്കി നിർത്തുന്നത് അതിൻ്റെ ഉള്ളിലെ രക്തബന്ധമാണെങ്കിൽ, ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസം കാരണവന്മാർ പകർന്നു തന്നതിൽ വെള്ളം ചേർക്കാതിരിക്കുക, അതിനോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കുക, അതിൽ നിന്നും ജന്മം കൊള്ളുന്ന കൂട്ടായ്മയിൽ ഊറ്റം കൊള്ളുക. ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ട് മടുത്തിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ അഭിമാനത്തോടെ ഒരു വലിയ ഗുരുവിനെ ഓർമ്മപ്പെടുത്തുന്നു. 1965 കൊല്ലം അസീസിയുടെ വെളുത്ത പിശാച്ച് എന്ന നാടകം വിരിഞ്ഞ തൂലിക ഉയർത്തിപ്പിടിച്ചത് നമ്മൾ ജ്ഞാനായക്കാർക്ക് അഭിമാനിക്കാം. എന്തെന്നാൽ കേരളത്തിലെ ആദ്യത്തെ ഭക്തിഗാനം റെക്കോർഡ് ചെയ്തത് വേറെ ആരുമല്ല, ഒരു ജ്ഞാനായക്കാരനാണ്. എനിക്കറിയില്ലായിരിക്കും അത്. ആൻഡ് ഹീ ഈസ് ഫാദർ ഫൗസ്റ്റിൻ കാപ്പുച്ചിൻ ഫ്രം കുമരകം, വാച്ചാച്ചിറ ഫാദർ ഫൗസ്റ്റിൻ കാപ്പുച്ചിൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ സൗന്ദര്യത്തിലേക്ക്, പാട്ടിൻ്റെ സൗന്ദര്യമല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാക്കുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു, ബോറടി മാറ്റാൻ വേണ്ടി. വാനിലെ വാരൊളി താരകളത്രയും വാരി വിതറിയ ദൈവപുത്രൻ മാനുഷനായപ്പോൾ വേല ചെയ്യുന്നത് മാനക്കേടെന്നു കരുതിയില്ല. വാനിലെ വാരൊളി താരകളത്രയും വാരി വിതറിയ ദൈവപുത്രൻ മാനുഷനായപ്പോൾ വേല ചെയ്യുന്നത് മാനക്കേടെന്നു കരുതിയില്ല. കൊച്ചുളി ചുറ്റിക വരകോലു കൊണ്ടെല്ലാം കൊച്ചും നാൾ തൊട്ടു പണി ചെയ്തില്ലേ. കൊച്ചുളി ചുറ്റിക വരകോലു കൊണ്ടെല്ലാം കൊച്ചും നാൾ തൊട്ടു പണി ചെയ്തില്ലേ. അമ്മയമ്മേരിക്ക് സമ്മോദമന്നവൻ വെള്ളവും കോരി കൊടുത്തതില്ലേ. അമ്മയമ്മേരിക്ക് സമ്മോദമന്നവൻ വെള്ളവും കോരി കൊടുത്തതില്ലേ. ആ ആ ആ ആ വാനിലെ വാരൊളി താരകളത്രയും വാരി വിതറിയ ദൈവപുത്രൻ മാനുഷനായപ്പോൾ വേല ചെയ്യുന്നത് മാനക്കേടെന്നു കരുതിയില്ല. വിറകു മുറിക്കുവാൻ പാത്രം കഴുകുവാൻ വിമലരിൽ വിമലൻ മടിച്ചതില്ല. വിറകു മുറിക്കുവാൻ പാത്രം കഴുകുവാൻ വിമലരിൽ വിമലൻ മടിച്ചതില്ല.
വിയർപ്പിൻ്റെ വിലയായൊരപ്പം കഴിക്കുവാൻ വിശ്വൈകനാഥൻ വെറുത്തതില്ല. വിയർപ്പിൻ്റെ വിലയായൊരപ്പം കഴിക്കുവാൻ വിശ്വൈകനാഥൻ വെറുത്തതില്ല. ആ ആ ആ ആ ആ വാനിലെ വാരൊളി താരകളത്രയും വാരി വിതറിയ ദൈവപുത്രൻ മാനുഷനായപ്പോൾ വേല ചെയ്യുന്നത് മാനക്കേടെന്നു കരുതിയില്ല. താങ്ക് യു. പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികൾ ചൈൽഡ് എൻ്റർടൈൻമെൻ്റ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഹോളിലെല്ലാം ഒരു വലിയ ഒച്ചയായിരുന്നു. അപ്പോൾ ഇവിടെ പ്രാസംഗികർക്ക് ഒരു ബുദ്ധിമുട്ടാകരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങളൊരല്പം സൗണ്ട് കുറച്ചാൽ വളരെ നന്നായിരിക്കും എന്ന്. പക്ഷേ ആ കുട്ടികളൊക്കെ ഇപ്പോൾ ഇന്ന് വേദിയിലുണ്ട്, ഇതിലൊക്കെ ഓടി നടക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ പല പ്രാസംഗികരുടെ ഉണ്ടായിരുന്നു. അതിൽ മുഴുവൻ ആളുകളും ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിൽ നമ്മളെയൊക്കെ ആനന്ദ സാഗരത്തിൽ അണാടിച്ചുകൊണ്ട് നമ്മുടെ ഫാദർ ജോൺ ചൊള്ളാനി വളരെ ആശയസമ്പുഷ്ടമായ ഒരു സന്ദേശം, പല ചോദ്യങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് അച്ഛനെ ഒരിക്കൽ കൂടി ഒരു നല്ല കൈയടി കൊടുക്കാം. അതോടൊപ്പം നാളെ വൈകിട്ട് 5 മണിക്ക് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അച്ഛൻ്റെ ഒരു ജ്ഞാനായ അച്ഛൻ യൂക്കറിസ്റ്റിക് സെൻറ്റേഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇൻ ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ബൈബിളിനെ അടിസ്ഥാനമാക്കി നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ നമ്മളെന്തിനു നിലനിൽപ്പ് ആ കാര്യങ്ങളെക്കുറിച്ച് ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് നാളെ നമുക്ക് വിവരിച്ചു തരും. അപ്പോൾ ഓർത്തിരിക്കുക, വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ. അടുത്ത നമ്മുടെ പരിപാടികൾ ഏതാണ്ട് ഈ പബ്ലിക് മീറ്റിംഗ് ഏതാണ്ട് അതിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് ഇടക്കിയിരിക്കുന്നു. ഏവർക്കും വോട്ട് ഓഫ് താങ്ക്സ് ആയിട്ട് ശ്രീ UKKCയുടെ ജോയിൻറ്റ് ട്രഷറർ തങ്കച്ചൻ കനകാലയത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, UKKCയുടെ പ്രസിഡന്റ് ശ്രീ ലേബി പടവരയ്ക്കൽ, നാഗപ്പൂർ ആർച്ച് ബിഷപ്പ് മാർ അബ്രാഹം മരുത്തിക്കുളങ്ങര, കോട്ടയം അതിരൂപതയുടെ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭാ വിശ്വാസത്തിൽ അടിയുറച്ച് പാരമ്പര്യത്തെ മുറുക്കെ പിടിച്ച് UKKC ആതിഥേയത്വം വഹിക്കുന്ന 3ാമത് യൂറോപ്യൻ ജ്ഞാനായ കാത്തലിക് കൺവെൻഷന് ഇന്നിവിടെ തിരിതെളിഞ്ഞു. ഒരുമയുടെയും സന്തോഷത്തിൻ്റെയും ഈ ദിവസങ്ങളിൽ ഇന്ന് നമ്മുടെ യൂറോപ്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത നാഗപ്പൂർ ആർച്ച് ബിഷപ്പ് മാർ അബ്രാഹം മരുത്തിക്കുളങ്ങര പിതാവ് 70ൻ്റെ നിറവിലാണ്. അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യങ്ങളും നേർന്നുകൊണ്ട് UK ജ്ഞാനായ മക്കളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കായി അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമ്മുടെ അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിനെ യൂറോപ്യൻ കൺവെൻഷന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്നെ പിതാവ് നമ്മോടടുത്ത് ഇവിടെ 3 ദിവസം ചെലവഴിക്കുന്നുണ്ട്. പിതാവിനെ നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. നമ്മുടെ കൺവെൻഷനെ ആശംസ അർപ്പിക്കാനെത്തിയ DKCC പ്രസിഡന്റ് ശ്രീ ജോർജ് നെല്ലാമ്പറ്റത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ കൃതജ്ഞത അർപ്പിക്കുകയാണ്. അടുത്തായി കൃതജ്ഞത അർപ്പിക്കാനുള്ളത് KCWയുടെ പ്രസിഡന്റ് ശ്രീമതി ഷൈനി സ്റ്റീഫനാണ്. ഒഴൂർ കോളേജിൽ എൻ്റെ ടീച്ചറായിരുന്നു. ടീച്ചർ ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ടീച്ചർക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന AKCC പ്രതിനിധി സൈമൺ ആർബർക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മളെ ഒരു നല്ല പാട്ട് പാടി നമ്മുടെ ബോറടി മാറ്റിയ
ഫാദർ ജോൺ ചൊള്ളാനിക്കൽ അച്ഛനെ നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുകയാണ്. അടുത്തായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഓസ്ട്രേലിയയിൽ നിന്നും ഇവിടെ എത്തിച്ചേരുകയും നമുക്ക് വേണ്ടി ആശംസ അർപ്പിക്കുകയും ചെയ്ത ശ്രീ സ്റ്റീഫൻ പുത്തൻപുരയിൽ, അദ്ദേഹം നാട്ടിൽ എൻ്റെ അയൽക്കാരനാണ്, ഞങ്ങൾ ഒരേ ഇടവകയാണ്, ഞങ്ങൾ കടിക്കൂട്ടുകാരാണ്. അദ്ദേഹത്തിനും എൻ്റെ ഹൃദയത്തിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. ഇനിയും നന്ദി പറയാനുള്ളത് UKKCയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. UKKCയുടെ പേരിൽ ഈ വരുന്ന 3 ദിനങ്ങൾ ഏറ്റവും സന്തോഷപരവും ഏറ്റവും മനോഹരമായ ദിവസങ്ങളുമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.